ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോവാം. അപ്പം ഓൾറെഡി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് അനാലിസിസ് ചെയ്ത ശേഷം മാത്രമേ വരാറുള്ളൂ. സോ അതുപോലെ തന്നെ നമുക്ക് പാറ്റേൺ ഫോളോ ചെയ്യാം. അപ്പോൾ ടോട്ടലി നമ്മൾ US മാർക്കറ്റ്സ് നോക്കുമ്പോഴത്തേക്കും നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്, നെഗറ്റീവ് ക്ലോസിംഗും ആയിരുന്നു. ഓക്കെ, ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ 46 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബുള്ളിഷ്നെസ് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിലൊരു 40 പോയിന്റ്സ് അപ്സൈഡ് ആണ്. ഓക്കെ, മേ ബി നമുക്കൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിലേക്ക് മേ ബി മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷേ നമ്മൾ ഏഷ്യൻ മാർക്കറ്റ്സിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ നിക്കി 135 പോയിന്റ്സ് ഡൗൺ ആണ്. ഹാങ്സങ് 315 പോയിന്റ്സിൻ്റെ ഡൗണിലാണ് ക്ലോസ് ചെയ്തത്. സ്ട്രേറ്റ് ടൈംസ് ഇപ്പോൾ 32 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് ഒരു മിക്സഡ് സിഗ്നലാണ് തരുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ ഒന്ന് പറയാം. ഇന്നലത്തെ നമ്മുടെ വ്യൂ എന്തായിരുന്നു? ഈ ഒരു സോണിൽ നിന്നായിരിക്കണം മാർക്കറ്റ് റീട്രേസ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളതെന്നായിരുന്നു. സോ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ വന്നു, ഒരു ലിക്വിഡിറ്റി ഹണ്ട് പോലെ ഒരു 15, 30, 45 മിനിറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ട ശേഷം ഒരു പാനിക് ഉണ്ടാക്കിയ ശേഷം സെല്ലേഴ്സ് എന്ത് ചെയ്തു? സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് ബയേഴ്സ് ഇന്നലെ ആ ഒരു സ്ട്രെങ്ത് റീഗെയിൻ ചെയ്തു. കണ്ടോ, നമ്മുടെ ഈ സോണിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് മാർക്കറ്റ് തിരിച്ച് റീഗെയിൻ ചെയ്തത്. ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടത്തിയ ശേഷം മാർക്കറ്റ് ഈ സോണിൻ്റെ അബവ് വീണ്ടും ട്രേഡ് ചെയ്ത് പോയി. അപ്പം നമുക്ക് താഴത്തെ ലെവൽസ് അതേപോലെ അത് കീപ്പും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ടോട്ടലി ഫ്രഷ് ലെവൽസ് വരച്ച് നോക്കാം. ഡേ ചാർട്ട് ഒന്ന് നോക്കാം. ഡേ ചാർട്ട് നോക്കുമ്പോഴും കണ്ടില്ലേ, മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് സ്ട്രാറ്റജി തന്നെയാണ് നോക്കിയിരിക്കുന്നത്. ഈ ഗ്യാപ്പിന്റെ അബവ് ആണ് മാർക്കറ്റ് ഡിമാൻഡ് എടുത്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ബയേഴ്സ് ഓൾറെഡി ഉണ്ടെന്നുള്ള കാര്യം മോസ്റ്റ്ലി ഉറപ്പാണ്. അതാണ് ഇന്നലത്തെ ആ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് അതിജീവിച്ചത്. ആൻഡ് ഇന്നലെ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ക്ലോസിംഗ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് 15 മിനിറ്റ് നമുക്ക് നോക്കാം. 15 മിനിറ്റ് നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഇനി എന്താണ് പോസിബിലിറ്റി എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി എന്താണ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്. മാർക്കറ്റ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി അവിടെ ഉണ്ട്. ആൻഡ് മോസ്റ്റ് പോസിബിളി മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഏരിയയിലേക്ക് പോകാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പോകാനായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്താൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് നമുക്ക് മൈനർലി ഉള്ള ലെവൽസ് 15 മിനിറ്റ് ചാർട്ടിൽ വരച്ച് വയ്ക്കാം. സോ എന്തായാലും ഇന്നലത്തെ ഈ ഒരു ലോ മാർക്കറ്റ് കീപ്പ് ചെയ്യുവാണെങ്കിൽ 23,280 റേഞ്ച് കീപ്പ് ചെയ്യുവാണെങ്കിൽ മേ ബി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ബുള്ളിഷ്നെസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിൽ ഒരു ബേസ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റിൽ ഒരു റീട്രേസ് ചെയ്ത് മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടാലും മേ ബി 23,290 to 330 റേഞ്ച്, ഈ റേഞ്ചിൽ മാർക്കറ്റ് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുവാണെങ്കിൽ ഓക്കെ, നമുക്ക് നല്ലൊരു ബുള്ളിഷ് ഡേയ്സ് ഹെഡ് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം സെല്ലിംഗ് പ്രഷർ ഉണ്ടായാലും ഈ ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മാർക്കറ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു റൂള്. ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്ന റൂള്. ഓക്കെ, ഇപ്പോൾ ഈ ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം രണ്ട് പോസിബിലിറ്റി ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മേ ബി ചെറിയൊരു അപ്സൈഡ് തന്ന ശേഷം ഡൗൺ സൈഡ് വന്ന് ഈ ഏരിയ 23,290 മേ ബി വരാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഹൈ ബൈയിങ് പ്രഷർ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് 24,230 റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തും. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ടാകുമ്പോഴത്തേക്കും ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് രണ്ട് പോസിബിലിറ്റി നമ്മൾ മുന്നിട്ട് കാണേണ്ടത്. അപ്പം മൈനർ ലെവൽസിലുള്ള ഒരു സെല്ലിംഗ് സോൺസ് നമുക്ക് നോക്കുകയാണെങ്കിൽ 23,800 ഇതൊരു മൈനർ ലെവലിലുള്ള സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള പോസിബിലിറ്റി ഉള്ള സോണാണ്. ആൻഡ് ഈ സോൺ 24,000 ഒബ്വിയസ്ലി നമുക്കറിയാം ഇങ്ങനത്തെ ഒരു ഫിഗേഴ്സ് മേ ബി ഒരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് 24,240 എന്നുള്ള റേഞ്ച്. അപ്പോൾ ഈ റേഞ്ചിന് അബോവ് ആണെങ്കിൽ ഒരു മാർക്കറ്റ് ഒരു ബുള്ളിഷ് പ്രഷറിലേക്ക് നീങ്ങുമെന്ന് ഞാൻ കാണും. അല്ലാത്ത പക്ഷം നമുക്കൊരു കൺസോൾട്ടേഷൻ സോണായിട്ട് മാത്രമേ ഞാൻ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ രണ്ട് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൂന്നാമതൊരു ലെവൽ അത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ വന്ന് വരുവാണെങ്കിൽ 22,920. ഈ ഒരു 3 ലെവലിലായിരിക്കും ഞാൻ എൻ്റെ ഒരു മാർക്കറ്റിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ സോണും ഞാൻ കീപ്പ് ചെയ്ത് വാച്ച് ചെയ്യാൻ പോവുക. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഞാൻ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസ് ആക്റ്റീവ് ആക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല, ഞാൻ മാറി നിൽക്കുമായിരുന്നു മാർക്കറ്റിൽ നിന്ന് ടോട്ടലി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ന്യൂസസ് ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ BELന്റെ റിസൾട്ട് വരുന്നുണ്ട്, സൈഡസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്, PPCL, ആന്തം ബയോസയൻസ്, ബ്ലാക്ക് ബക്ക്, എക്സിക്കോം, കർണാടക ബാങ്ക്, മാൻകൈൻഡ് ഫാർമ, CE ഇൻഫോസിസ്റ്റം, PA ഇൻഡസ്ട്രീസ്, PNC ഇൻഫ്രാടെക്, ട്രൈഡന്റ് ആൻഡ് സി എന്റർടൈൻമെന്റ് റിസൾട്ട്സ് വരുന്നുണ്ട്. ആൻഡ് പുരവാങ്കരയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റവന്യൂ ആൻഡ് പ്രോഫിറ്റ് സ്റ്റാൻഡ്സ് 110 crores ആയിട്ടുണ്ട് വിത്ത്
വേഴ്സസ് ലോസ് ഓഫ് 88 crores. ആഫ്കോൺസിന്റെ ആണെങ്കിൽ ലോസ് സ്റ്റാൻഡ്സ് 88.4 crores എന്നാണ്. റവന്യൂ ഓൾസോ ഫോൾ ചെയ്തിട്ടുണ്ട്. JK പേപ്പറിന്റെ ആണെങ്കിൽ 46 കോടിയിൽ നിന്നും 90 കോടിയിലേക്ക് പ്രോഫിറ്റ് സോർ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. അതിന്റെ റവന്യൂ ഗ്രോത്ത് കൊണ്ടിട്ട് ജി വെർണോവ ആണെങ്കിൽ പ്രോഫിറ്റ് 156 കോടിയിൽ നിന്ന് 351 കോടിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ റവന്യൂ ജമ്പ് 42% ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഡോംസ് ഇൻഡസ്ട്രിക്കും പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല കമ്പനികൾക്കെല്ലാം റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. സുബ്രോസിനും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 46 നിന്ന് 49 കോടിയിലേക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. ആസ്ട്രലിന്റെ പ്രോഫിറ്റ് 178 കോടിയിൽ നിന്നും 213 കോടിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ആയിഷ മോട്ടോഴ്സിന്റെ ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവരൊരു 215.7 ഏക്കർ ലാൻഡ് പാർസൽ നോക്കുന്നുണ്ട് ഫോർ ന്യൂ ഗ്രീൻഫീൽഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ആണ് തിരുപ്പതിയിൽ, ആന്ധ്രാപ്രദേശിൽ. 2500 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അവർ റോയൽ എൻഫീൽഡിന്റെ പ്ലാന്റിനായിട്ട് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ വാസ്കോൺ എഞ്ചിനീയേഴ്സിന് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് കിട്ടിയിട്ടുണ്ട്. എക്സ്പാൻഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്സ് ഒക്കെ ഞാൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യും. മാർക്കറ്റ് ഡിമാൻഡ് എടുത്ത് അപ്സൈഡ് പോകാനാണ് പോസിബിലിറ്റി എങ്കിൽ ഞാനത് കീപ്പ് ചെയ്യുകയാണ്, ഞാൻ നോക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഇന്നലെ സുവൺ ലൈഫ് സയൻസ് ഞാൻ ട്രേഡ് എടുത്തിരുന്നത് ഒരു അപ്സൈഡ് മൊമെന്റം വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു 260 റേഞ്ച് ട്രേഡ് എടുത്തിരുന്നു. ഒരു പുൾ ബാക്ക് വന്നു ആൻഡ് മാർക്കറ്റ് അപ്സൈഡ് പോയിട്ടുണ്ട്. ഇന്ന് ട്രേഡ് പ്രോഫിറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഞാൻ അപ്പെക്സ് ഫ്രോസൺ ഫുഡ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ഇന്നലെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ റീഗെയിൻ ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആ ട്രേഡുകൾ ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ ബാക്കിയൊക്കെ നോക്കിയിട്ട് കണ്ടും തീരുമാനിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് സ്റ്റൗ ക്രാഫ്റ്റ് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സ്റ്റൗ ക്രാഫ്റ്റ് അപ്പോൾ എന്തായാലും 600 മുകളിലായിരിക്കും ട്രേഡ് ആക്റ്റീവ് ആവുക. അപ്പോൾ എന്തായാലും ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ് സ്റ്റൗ ക്രാഫ്റ്റ്. ഓക്കെ, ഇത്രയും ട്രേഡ്സ് ആണ് ഞാൻ ഓൾറെഡി നോക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ മാക്സിമം ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും ഇതിലെല്ലാം അപ്ഡേറ്റ് ഇടാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂ കാരണം ഞാൻ ആക്റ്റീവ് അല്ലാതിരുന്നതല്ലേ. അപ്പോൾ ഇന്നലെ വലിയ അപ്ഡേറ്റുകളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു.